സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ ആ വലിയ കരുണയെക്കുറിച്ച് നാം ഓരോരുത്തരും അനുസ്മരിക്കുമ്പോൾ ഈ കൃപയുടെ നിമിഷം നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. അതോടൊപ്പം കർത്താവിൻ്റെ കരുണ കടന്നു വരേണ്ട മേഖലകളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവ് എന്നും അങ്ങയുടെ സ്നേഹത്തിലായിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളിലും കർത്താവിൻ്റെ കടന്നുവരവുണ്ട് എന്ന് തിരിച്ചറിയുക. അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് തിരിച്ചറിയുക. ആ ഒരു ബോധ്യത്തിൽ നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. അവൻ തുടർന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടെ വിട്ട് പോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുവിൻ. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുകളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. സ്നേഹമുള്ള ഈ തിരുവചന ഭാഗത്ത് നമ്മൾ കാണുക, യേശുനാഥൻ എപ്രകാരമാണ് തൻ്റെ പ്രിയ ശിഷ്യന്മാർക്കും ഈ ഒരു അധികാരം നൽകുന്നത് എന്നാണ്. പ്രത്യേകിച്ച് രോഗികളെ സുഖപ്പെടുത്താനുള്ള അധികാരം. യേശുവിൻ്റെ കാലഘട്ടത്തിൽ രോഗികളായി തീരുന്ന വ്യക്തികളെ പലപ്പോഴും അവരുടെ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കുഷ്ഠരോഗം ബാധിച്ചവരാണെങ്കിൽ അതുപോലെ പിശാച് ബാധിതരായ വ്യക്തികളെ എല്ലാം സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന ഈ ഒരവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള വ്യക്തികൾക്ക് തങ്ങളുടെ സഹോദരങ്ങളോട് വളരെ വെറുപ്പായിരുന്നു. എപ്പോഴും അവർക്കെതിരെ പ്രതികരിക്കുകയും അവർക്കെതിരെ ഓരോ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുക അവരുടെ പതിവായിരുന്നു. എല്ലാ തരത്തിലും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ അവർക്കൊരിക്കലും സാധിച്ചില്ല. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തടസ്സമായി അത് മാറിപ്പോകുന്നതാണ് നമ്മൾ പിന്നീട് കാണുക. പ്രിയമുള്ളവരെ, ഈ ഒരു അവസ്ഥയിൽ യേശു തൻ്റെ പരസ്യ ജീവിതകാലം മുഴുവൻ രോഗികളോട് കാണിച്ചിരുന്ന പരിഗണന എടുത്തു പറയേണ്ട ഒന്നാണ്. എല്ലാവരും രോഗികളെ ഒരു ശത്രുവായി കണക്കാക്കുമ്പോൾ അല്ലെങ്കിൽ പൂർവികരുടെ പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഈ രോഗാവസ്ഥ ഉണ്ടായത് എന്ന് എല്ലാവരും വ്യാഖ്യാനിക്കുമ്പോൾ അതിനൊന്നും ചെവി കൊടുക്കാതെ കർത്താവ് അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങളിലേക്ക് മാത്രം നോക്കി. എനിക്ക് അവരെ സ്പർശിച്ചു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലൊന്നും സംഭവിക്കില്ല, മറിച്ച് അവരിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം കടന്നു വരും എന്ന ഉറച്ച ബോധ്യം യേശുവിനുണ്ടായിരുന്നു. ഒന്ന് തൊടാൻ പോലും അടച്ചിരുന്ന കുഷ്ഠരോഗികളെപ്പോലും യേശുനാഥൻ അങ്ങോട്ട് ചെന്ന് അവരെ സുഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അന്ധരായ രോഗികളും തളർവാദ രോഗികളും എല്ലാം കർത്താവിൻ്റെ ആ കരസ്പർശം ഏറ്റുവാങ്ങിയവരാണ്.
കർത്താവ് ഇതുപോലെ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക, കർത്താവ് രോഗികളോട് കാണിച്ചിരുന്നത് എത്ര വലിയ പരിഗണനയായിരുന്നു. സമൂഹം മുഴുവൻ മാറ്റി നിർത്തുമ്പോഴും മക്കളെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, തീർച്ചയായും പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അതിനുവേണ്ടി തന്നെയാണ്. താൻ എപ്രകാരമാണോ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത് അതാണ് പുത്രനായ ദൈവത്തിലൂടെ പിതാവായ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ രോഗികളോട് ഉണ്ടായിരുന്ന കർത്താവിൻ്റെ ആ മനോഭാവം തന്നെ തൻ്റെ പ്രിയ ശിഷ്യന്മാരിലേക്കും പകർന്നു കൊടുക്കുന്ന യേശുവിനെയാണ് ഇന്ന് ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടത്. അവൻ ഒത്തിരിയേറെ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് അവരെയെല്ലാം പഠിപ്പിച്ചതിന് ശേഷം തൻ്റെ പ്രിയ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് 2 പേരായിട്ട് അയക്കുകയാണ്. ഓരോ ഗ്രാമങ്ങളിലേക്കും ഇനിയും ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കണം എന്ന വലിയ ദൗത്യവുമായി ഈ 2 പേരായി അവരെ അയക്കുമ്പോൾ അവരുടെ മേൽ കർത്താവ് ഒത്തിരിയേറെ നിബന്ധനകൾ വയ്ക്കുന്നുണ്ട്. നിങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയോ പണമോ കരുതരുത്. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ദൗത്യമാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ഒരുപക്ഷെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുക. അതുപോലെ അവർക്ക് നൽകുന്ന ഒരു അധികാരമാണ് അശുദ്ധാത്മാക്കളുടെ മേലുള്ള അധികാരം. അവയെ ആട്ടിപ്പായിക്കാനുള്ള അധികാരം കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. ഒത്തിരിയേറെ രോഗികളെ സുഖപ്പെടുത്തുന്നതായും ഇന്നത്തെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. യേശുനാഥൻ എങ്ങനെയാണോ ഈ രോഗികളെ നോക്കിക്കണ്ടത്, അതുപോലെ തൻ്റെ പ്രിയ ശിഷ്യന്മാരും ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ അധികാരവും കൊടുക്കുന്നു. എനിക്ക് മാത്രമേ ഈ അധികാരം ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നവനല്ല, മറിച്ച് തൻ്റെ അധികാരം മറ്റുള്ളവർക്കും ഭാഗിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ദൗത്യം നിങ്ങളിലൂടെ ഈ ലോകത്ത് നിറവേറണം എന്ന് ആഗ്രഹിക്കുന്നവൻ. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് എപ്രകാരമാണ് നമ്മളെയും ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുക. തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് കൊടുത്ത അതേ അധികാരം കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. നമ്മളെല്ലാവരും ആ ഒരു പൗരോഹിത്യത്തിൻ്റെ അധികാരം ഏറ്റുവാങ്ങുന്നവരാണ്. പ്രിയമുള്ളവരെ, അവിടെ നമ്മുടെ ശുശ്രൂഷകൾ ദൈവത്തിൻ്റെ ദൗത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒന്നായി മാറണം. അശുദ്ധാത്മാക്കളുടെ മേൽ പോലും അധികാരം കൊടുക്കുമ്പോൾ കർത്താവ് അവർക്ക് നൽകുന്ന ആ പവർ എന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത് എത്ര വലുതായിരുന്നു. അത് എപ്രകാരം ഉപയോഗിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ കർത്താവ് നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതെല്ലാം കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് നൽകിയ അധികാരമായിരുന്നുവെങ്കിൽ ആ ശിഷ്യന്മാരിലൂടെ ഈ അധികാരം ഇന്ന് നമ്മളിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു. യേശു നൽകിയ അധികാരം ശിഷ്യന്മാർക്ക് അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ശിഷ്യന്മാരിലൂടെ പകർന്നു നൽകപ്പെട്ട അധികാരം നമ്മുടെ ജീവിതത്തിലും ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. രോഗികളായ വ്യക്തികളോട് ഉള്ള നമ്മുടെ മനോഭാവം നമ്മൾ മാറ്റുവാൻ തയ്യാറാകണം. യേശു എപ്രകാരമാണ് രോഗികളെ സമീപിച്ചത്, അവരോട് പരിഗണന കാണിച്ചത്, അവരോട് വേണ്ട കരുതൽ കാണിച്ചത്, അതുപോലെ രോഗികളോട് കരുതൽ കാണിക്കുവാൻ, പരിഗണന കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവ് എപ്രകാരമാണോ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്തത്, അതുപോലെ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് സാധിക്കണം. ആ ഒരു കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും കർത്താവിനോട് കൂടെ സഞ്ചരിക്കുന്നവരായിട്ട് മാറണം. യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ചവരായിരുന്നു യേശുവിൻ്റെ പ്രിയ ശിഷ്യന്മാർ. യേശു എപ്രകാരമാണ് ഓരോ വ്യക്തികളെയും പരിഗണിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞവരാണവർ. സമൂഹത്തിൻ്റെ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ പലപ്പോഴും സമൂഹത്തിന് ദഹിക്കാത്ത പല കാര്യങ്ങളും യേശുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഫരിസേയരും നിയമജരും യഹൂദ പ്രമാണികളുമെല്ലാം യേശുവിനെ വിമർശിച്ചത് സമൂഹം മാറ്റി നിർത്തിയ ആളുകളോട് ചങ്ങാത്ത കൂടിയതിനെ കുറിച്ചാണ്. പല അവസരങ്ങളിലും യേശുവിൻ്റെ ശിഷ്യന്മാരോട്
അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഗുരു എന്താണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ചുങ്കക്കാരോടും പാപികളോടും എല്ലാം എന്തിനാണ് ഇതുപോലെ കൂട്ടുകൂടുന്നത്? അവരുടെ കൂടെ ഭക്ഷണത്തിലിരിക്കുവാൻ അവന് നാണമില്ലേ എന്ന രീതിയിലാണ് പലപ്പോഴും അവർ യേശുവിൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, അതൊന്നും വകവയ്ക്കാതെ മറ്റുള്ളവർ ചിന്തിക്കുന്നതിനും അതീതമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദൗത്യം നിർവഹിക്കുവാനാണ് യേശുനാഥൻ പരിശ്രമിച്ചത്. അതിനാൽ തന്നെ സമൂഹം ഏത് രീതിയിൽ നോക്കിക്കണ്ടാലും എന്നെ സംബന്ധിച്ച് അത് നല്ലതാണെന്ന് തോന്നിയാൽ ഞാൻ അത് തുടരുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പല ആവർത്തി അവരുടെ ജീവിതത്തിൽ അവരോടൊപ്പം ഭക്ഷണത്തിലിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ചുങ്കക്കാരോടൊപ്പവും പാപികളോടൊപ്പവും എല്ലാം കർത്താവ് ഈ വിരുന്നിന് ഇരിക്കുന്നത് സുവിശേഷങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ മുമ്പിലുണ്ടായിരുന്നത് പിതാവായ ദൈവം അവന് നൽകിയ ദൗത്യം മാത്രമാണ്. അത് എപ്രകാരം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാം എന്ന് മാത്രമാണ് യേശു ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തത്. തനിക്ക് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാരെയാണ് അയക്കുന്നത് എന്ന് നമ്മൾ തിരുഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ കർത്താവിൻ്റെ ആ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും. യേശുനാഥൻ തൻ്റെ പരസ്യ ജീവിതകാലം മുഴുവൻ തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് നൽകിയ ആ പരിശീലനം പിന്നീട് യേശു അവരിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടപ്പോൾ അവർക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ അവരുടെ ശുശ്രൂഷകൾ എത്തിക്കുന്നതിന് സഹായിച്ചു. ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് കടന്നു ചെല്ലുവാൻ സാധിച്ചു. എവിടെയെല്ലാമാണോ തങ്ങളുടെ ഗുരു തൻ്റെ സുവിശേഷം അറിയിക്കണമെന്ന് ആഗ്രഹിച്ചത് ആ സ്ഥലങ്ങളിലെല്ലാം വളരെ കൃത്യമായിട്ട് അവർക്ക് എത്തിച്ചേരുവാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, അതിനു വേണ്ടിയുള്ള ഒരു പരിശീലനം തന്നെയാണ് ആ 3 വർഷക്കാലം യേശു തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് നൽകിയത്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാം, എന്തിനായിരിക്കും യേശുനാഥൻ പോയ സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ ഒരു പരിവാരവുമായിട്ട് പോകുന്നത്? പക്ഷേ അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു പരിശീലനമായിരുന്നു. എല്ലാ ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് എതിർപ്പുകൾ ഉണ്ടാകാം. എന്നിട്ട് സ്വന്തം സ്ഥലത്ത് നിന്ന് പോലും നിങ്ങൾ ആട്ടി പുറത്താക്കപ്പെടാം. അതെല്ലാം യേശുവിൻ്റെ പ്രിയ ശിഷ്യന്മാരും കണ്ടുകൊണ്ടിരുന്ന സംഭവമായിരുന്നു. സ്വന്തം പട്ടണത്തിൽ നിന്ന് പോലും പുറത്താക്കിയവൻ്റെ വേദന അവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ വിശ്വാസമില്ലായ്മ മൂലം അവൻ്റെ ഗ്രാമത്തിൽ അവരൊന്നും പ്രവർത്തിക്കുവാൻ സാധിച്ചില്ല, അധികം ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. വളരെ കുറച്ച് അത്ഭുതങ്ങൾ മാത്രമാണ് സ്വന്തം നഗരത്തിൽ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിച്ചത്. പ്രിയമുള്ളവരെ, എങ്കിലും തൻ്റെ ദൗത്യം തുടരുന്ന ഒരിക്കലും അവിടുന്ന് പുറകോട്ട് പോകുന്നില്ല. തൻ്റെ പ്രിയ ശിഷ്യന്മാരെ ആ വലിയ പാഠമാണ് അവിടുന്ന് പഠിപ്പിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരസ്കരിക്കപ്പെട്ടാലോ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിങ്ങൾ തുടരുക. ആ ദൗത്യം അവർക്ക് വിശ്വസ്തയോടെ തുടരാൻ സാധിച്ചതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും കർത്താവിൻ്റെ കൃപ എത്തിയത്. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ എല്ലാവരെയും പ്രാപ്തരാക്കിയത് അവരുടെ ആ നിസ്വാർത്ഥമായ സേവനം കൊണ്ട് മാത്രമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കർത്താവിനാൽ ഏൽപ്പിക്കപ്പെടുന്ന ദൗത്യം ചെയ്യുവാൻ എന്ത് ത്യാഗവും സഹിക്കാൻ നമ്മൾ തയ്യാറാണോ? ഒന്ന് ശരിയായ വിധത്തിൽ യാത്ര ചെയ്യാൻ പോലും അവസരമില്ലാതിരുന്നിട്ടും അതെല്ലാം വകവയ്ക്കാതെ കർത്താവിൻ്റെ സുവിശേഷവുമായി ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും പോകുവാൻ ശിഷ്യന്മാർക്ക് സാധിച്ചു. തങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ എങ്ങോട്ടാണെന്ന് പോലും തിരിച്ചറിയാതെ അവർ യാത്ര ചെയ്തപ്പോൾ അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഒരേ ഒരു ലക്ഷ്യം അത് കർത്താവിൻ്റെ സുവിശേഷം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് കർത്താവിൻ്റെ വലിയ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്ന് ഈ കൃപയുടെ തിരുമണിക്കൂർ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ ആ ശിഷ്യന്മാരാൻ പകർന്നു നൽകപ്പെട്ട ദൗത്യം നമ്മുടെ ജീവിതത്തിലും വിശ്വസ്തയോടെ ഏറ്റെടുക്കുവാൻ നമുക്ക് തയ്യാറാക്കാം.
നമ്മുടെ ജീവിതയാത്രയിൽ ഒത്തിരിയേറെ തടസ്സങ്ങൾ കടന്നു വരാം. അതെല്ലാം വകവയ്ക്കാതെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ ദൗത്യവും പേറി നമുക്ക് മുന്നോട്ട് പോകാം. അതിന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അങ്ങ് നിരന്തരം കടന്നു വരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങേ പ്രിയ ശിഷ്യന്മാരെ അങ്ങ് ഏൽപ്പിച്ച ദൗത്യം വളരെ മനോഹരമായി അവർക്ക് ചെയ്ത് തീർക്കുവാൻ സാധിച്ചു. അങ്ങയുടെ പ്രിയ ശിഷ്യന്മാർ കൈമാറിയ അതേ ദൗത്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും അതിൻ്റെ പൂർണ്ണതയെ ചെയ്തു തീർക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. തീർച്ചയായും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ആ ഒരു വിശ്വാസത്തോടെ അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.